ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാസ് വിശേഷം 24:33. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരിച്ചുപോക്കിനുള്ള കൃപ ഞങ്ങൾക്ക് ഏകണമേ. വന്ന വഴികളുടെ അപകടം തിരിച്ചറിയാനും അവിടെ ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തിന് വിരുദ്ധമായ സാധ്യതകളെ മനസ്സിലാക്കാനും അങ്ങനെ മടങ്ങിപ്പോക്കിൻ്റെ അനുഗ്രഹ വഴിയിലേക്ക് എത്താനും അഭിഷേകം തരണമേ. മടക്കത്തിലല്ലാതെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വിജയത്തിലെത്താനാവില്ല എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം. കൃപയാൽ നിറയ്ക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഭാവമാണ് ഈ തിരിച്ചറിവുകളും തിരിച്ചുപോക്കുകളും. പല മനുഷ്യരും ജീവിതത്തിൽ സമ്മതിക്കാത്തതും അവരുടെ ജീവിതം സംഭവിക്കാത്തതുമായ ഒരു കാര്യമാണ് ഈ തിരിച്ചറിവിലേക്ക് എത്തുന്നില്ല, തിരിച്ചുപോക്കിന് തയ്യാറാവുന്നില്ല. കുറേ ആളുകളെ കണ്ടുമുട്ടാറുണ്ട്. അബദ്ധം പണയാത്തതായിട്ട് ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ട്? കുറവുകൾ ഭവിക്കാത്തതായി ഏതെങ്കിലും ജീവിതമുണ്ട്? ഇങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ ആ നിലപാടിനകത്ത് വ്യതിരക്തമായ ഒന്നിലേക്കും മാറാൻ മനസ്സില്ലാണ്ട് മർക്കടമുഷ്ടിയോടെ വ്യാപരിക്കുകയാണ്. ഒരു ശുശ്രൂഷകനായ സഹോദരനോട് ബന്ധപ്പെടുത്തിയിട്ട് ജീവിത പങ്കാളി പറയുക, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മനുഷ്യൻ, ഏറെ രാത്രിയിലും അതിരാവിലെയുമൊക്കെ. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ നാളേറെയായിട്ട് കൂടെ ജീവിക്കുന്ന എനിക്കറിയാം. അദ്ദേഹം അതിനെ ഒരു പുറംമൂടി കൊണ്ട് പൊതിഞ്ഞിങ്ങനെ കൊണ്ടു നടക്കുന്നതല്ലാതെ അവിടെ തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ടോ തിരുത്തലുകൾക്ക് വേണ്ടിയിട്ടോ തിരിച്ചു നടക്കലിന് വേണ്ടിയിട്ടോ സന്നദ്ധമാകുന്നില്ല. ഈ പുതിയ കാലത്തിൻ്റെ അപകടം മുഴുവനും പതിയിരിക്കുന്നത് ഇവിടെയാണെന്ന് കൂടെ അറിയുക. ഈ എമാവോസിലേക്ക് പോയ ശിഷ്യന്മാരിൽ 2 പേര് ഈ തിരിച്ചറിവ് കിട്ടിയിട്ട് അവരുടെ തിരിച്ചുള്ള യാത്രയിൽ അത്ഭുതത്തിൻ്റെ മനുഷ്യരായെന്നാണ് പറയുന്നത്. തിരിച്ചവർ വളരെ വേഗത്തിൽ യാത്ര ചെയ്തു എന്നൊക്കെ ആത്മീയ പിതാക്കന്മാർ പറയും. ഈ വേഗം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടു കഴിയുമ്പം ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ പ്രത്യേകതയാണ്. അവർക്ക് പിന്നെ ഇടം വലം നോക്കാനാവില്ല, ഉള്ളിൽ വേറെ ഒന്നും തങ്ങി നിൽപ്പില്ല, സംസാരിക്കാൻ പോലും പറ്റണില്ല. കാരണം എന്താ? ഓടുന്നവന് മിണ്ടാനാവില്ലല്ലോ, അവന് കേൾക്കാൻ പോലും മനസ്സുണ്ടാവില്ല. ഇങ്ങനെയൊരു വളരെ അത്ഭുതകരമായൊരു മടക്കി യാത്രയിലേക്ക് അവരെത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ഈ തിരിച്ചറിവുകൾക്ക് വേണ്ടിയിട്ട്, അത് തിരുത്തലുകളായി മാറാൻ വേണ്ടിയിട്ട്, അത് തിരിച്ചു നടപ്പിന് വേണ്ടിയിട്ടൊക്കെ സഹായകമാവട്ടെ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, ലോകത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ പാപം, ഏറ്റവും വലിയ പാപം പാപബോധം നഷ്ടപ്പെട്ടു എന്നതാണ്. പാപം ചെയ്യുന്നു എന്നതല്ല, ചെയ്യുന്നത് തെറ്റാണെന്നൊന്ന് സമ്മതിക്കാനായിട്ടും അത് തിരുത്താനായിട്ടുമൊക്കെ തെല്ലും മനസ്സില്ലാത്ത വിധം ജീവിത പങ്കാളി ഒരു ഇടർച്ചയുടെ വഴിയിലൂടെയൊക്കെ തെല്ലൊന്ന് വഴിമാറിയത് തിരിച്ചറിയുമ്പം അത് അടയാളത്തോടും കൃത്യമായ വ്യക്തതയോടും കൂടിയിട്ട് കണ്ടെത്തിക്കഴിയുമ്പോൾ പോലും ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറഞ്ഞത്, അവൾ തെറ്റിയെന്നൊരിക്കലും സമ്മതിച്ചിട്ടില്ല അച്ഛാ. പിന്നെയും ന്യായീകരണത്തിൻ്റെ ആ ഒരു തൊഴിലാളികളുടെ മനസ്സൊക്കെയാണ് ആർജിച്ചെടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ ജെറുസലേം അനുഭവത്തിൽ നിന്നും തിരികെ നടന്ന ശിഷ്യൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് പഠിക്കേണ്ട പാഠം അതാണ്. ഞാനും അതിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായിട്ടും പറയുന്നത്, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഇന്നിപ്പം പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, എന്നെ ഒന്നിനും കൊള്ളില്ല, എൻ്റെ ജീവിതം കൊണ്ട് ഇനി ഗുണമൊന്നുമില്ല, ഞാനൊരു പാഴായിപ്പോയി, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും പറയുന്നവരും അങ്ങനെ ചിന്തിച്ച് ജീവിതം എടുക്കുന്നവരുമൊക്കെയുള്ള കാലത്ത് ഇതേ മനസ്സോടുകൂടെ കടന്നു ചെന്ന ഒരു പെൺകുട്ടിയോട് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സുന്ദരമായ ഒരു ജീവിതകഥ. ഒരു ഗ്രാമത്തിൽ ഒരു മരം മാത്രം നിൽക്കുന്നു, ബാക്കിയെല്ലാം വെട്ടപ്പെട്ടു. പതിയെ അത് വെട്ടിയതിൻ്റെ ചരിത്രം ഗുരു പറഞ്ഞു കൊടുക്കുക. നല്ല മരങ്ങളൊക്കെ ആളുകൾ വെട്ടിയിട്ട് നല്ല വീടും ബലം ആവശ്യമുള്ള വീട്ടിലെ വസ്തുക്കളുമൊക്കെ ഉണ്ടാക്കി. അതിൽ ബലം കുറഞ്ഞ മരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ കളിപ്പാട്ടങ്ങളും മറ്റു ചിലതുമൊക്കെ ഉണ്ടാക്കി.
തീരെ കൊള്ളരുതാത്തതെന്ന് കരുതുന്ന ചില മരം ഉപയോഗിച്ച് അടുപ്പിൽ കത്തിക്കാനും ഒക്കെ ഉപയോഗപ്പെടുത്തി. ഒരു മരം മാത്രം അവിടെ അവശേഷിച്ചു. അവർ അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്, അത് ഇതിനൊന്നിനും കൊള്ളാത്തൊരു മരമായതുകൊണ്ടാണ്. വല്ലാത്തൊരു ദർശനം അതിൻ്റെ പുറകിലുണ്ട്. അത് മറ്റൊന്നുമല്ല, ഒന്നിനും കൊള്ളാത്തതിനെ പോലും ചില കാര്യങ്ങൾക്ക് കൊള്ളും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ശിഷ്യൻ പഠിപ്പിക്കുന്ന പാഠം മറ്റൊന്നുമല്ല, എൻ്റെ ജീവിതം ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്നപ്പം ബലമുള്ള ജീവിതമായിരുന്നെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ നിന്നും അകലത്തിലായപ്പം ബലം കുറഞ്ഞു പോവുകയും അവൻ ആ ബലം തിരികെ നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഒടുവിൽ കടന്നു പോകുന്നത് ഒരു 5 പ്രത്യേകതകളിലൂടെയാണ്. അത് ജീവിതത്തിൽ മനസ്സിലാക്കണം. ഒന്നാമത്തേത്, തിരിച്ചു നടക്കലിൻ്റെ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നാം മനസ്സിലാക്കേണ്ടത് കേൾവിക്കാരാവുക എന്നതാണ്. നല്ലൊരു കേൾവിക്കാരന് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. ഇന്നിപ്പം ആരെയും കേൾക്കാൻ തയ്യാറല്ല. ഈ ലോകത്തിൻ്റെ ഒരു പുതിയ അപകടം അവിടെ കിടക്കണേ. ആർക്കും കേൾവിക്കാരാകാൻ മനസ്സില്ല. എല്ലാവരും മിണ്ടിക്കൊണ്ടിരിക്കുക. മീഡിയയുടെ മുമ്പിലൊക്കെ നമ്മൾ കേൾവിക്കാരാണ്. പക്ഷേ കുടുംബത്തിൽ ജീവിത പങ്കാളികൾക്കിടയിൽ ഈ കേൾവിക്കാരില്ലാത്തത് കൊണ്ടാണ് മടങ്ങി വരവുകൾ അസാധ്യമായിട്ട് മാറുന്നത്. കേൾക്കാൻ കഴിയുമ്പം നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് കുറേയും കൂടെ നമ്മുടെ ഉള്ളിൽ അനുഗ്രഹം ഉണ്ടാവും. നെഗറ്റീവായിട്ട് ഉള്ളത് കേട്ടാൽ അത് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും. ഒരു കുടുംബത്തകർച്ചയുടെ കാരണമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു തന്നത്, താമസിക്കുന്ന ഹോസ്റ്റലിലുള്ള 2 പേരും ഈ ബന്ധം തകർന്നവരാണ്. അവർക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് ക്രിയാത്മകമായിട്ടൊന്നും പറയാനില്ല. കുറവുകളെ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില സംഭാഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പം അത്തരം കേൾവികൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പോലും തൻ്റെ ജീവിത പങ്കാളിക്കും എന്തൊക്കെയോ കുറവുകൾ അധികമെന്നുള്ള ചിന്ത കടന്നു വരുന്നു. നല്ല കേൾവിക്കാർക്ക് മാത്രമാണ് ഈ മടങ്ങി വരവിന് എളുപ്പമുണ്ടാവൂ എന്നതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തേത്, ഒരു നല്ല കുമ്പസാരം എന്നുവെച്ചാൽ സന്ദേഹങ്ങളെ പങ്കുവെക്കുക എന്നൊക്കെ പറയും. ഒരു നല്ല കുമ്പസാരം വരുത്തുന്ന ചൈതന്യം. ശിഷ്യൻ ക്രിസ്തുവിനോട് കൂടെ എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയിൽ നല്ലൊരു കുമ്പസാരം നടത്തുന്നുണ്ട്. ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണെന്ന് കൂടെ ഓർമ്മിക്കണം. അവൻ്റെ ഉള്ളിലെ അവൻ ദൈവമായിരുന്നെന്നും പ്രവാചകനായിരുന്നുവെന്നും ഇങ്ങനെ തെറ്റും ശരിയും ഇടകലർന്നിട്ടുള്ള ചില നല്ല കുമ്പസാരങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഒടുവിൽ വരുന്ന ഒരു സംഭവമായിട്ടും ഒരു റിസൾട്ടായിട്ടും നമ്മൾ ആ മടക്കത്തെ കാണും. നല്ല കുമ്പസാരം നടത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പകുതി പ്രശ്നം തീരും. കാർഡിനൽ ന്യൂമാൻ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുമ്പസാരക്കൂട്ടിലേക്ക് കരഞ്ഞ കഴുങ്ങിയ കണ്ണുമായിട്ടു കടന്നു പോകുന്ന വിശ്വാസി ഒരു തൂവലിൻ്റെ ഭാരം കുറഞ്ഞ അനുഭവത്തോടെ മടങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം തിരിച്ചുവരവുകൾ നമ്മളെ വിളിക്കണത്, തിരിച്ചു വരാൻ നമ്മളെ പ്രേരിപ്പിക്കണത്, അതിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ചില നല്ല കുമ്പസാരങ്ങളൊക്കെയാണ് എന്നുകൂടെ ഓർമ്മിക്കണേ. മൂന്നാമത് അറിയേണ്ട ഒരു കാര്യം, ഹൃദയത്തെ ഉണർത്തുക. ഉള്ളിലൊരു ജീവൻ്റെ തുടിപ്പ് കൊണ്ടു നടക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുമ്പം കുഞ്ഞുങ്ങളോടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് പഠനങ്ങൾ പറയണത്, ഉള്ളിൽ ഇങ്ങനെ വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ, കലഹത്തിൻ്റെ, ഭിന്നതയുടെ ഭാവങ്ങളുണ്ടായെങ്കിൽ കുഞ്ഞിന് മാറോട് ചേർന്നിരിക്കാനാവില്ല. അപ്പം ഈ ഹൃദയത്തിലേക്ക് ചില നിലപാടുകളെ സ്വീകരിച്ചാൽ ഉള്ളിലേക്ക്, അതാണ് ഈശോ കൃത്യമായിട്ട് പറഞ്ഞത്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നു. ഈ ഹൃദയത്തിൽ ഒരുപാട് നന്മ നിക്ഷേപങ്ങളുണ്ടെങ്കിൽ അതാണ് കൈമാറ്റം ചെയ്യപ്പെടുക. ഈ ശിഷ്യൻ്റെ തിരിച്ചുവരവിന് ആധാരശിലയായി മാറിയ ഒന്ന്, അവൻ കാര്യങ്ങളെയൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ട് സന്നദ്ധമായി. ഹൃദയത്തിൽ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നത്. ഈ ഉള്ളിലുള്ളതാണ് ശരീരഭാഷയിലൂടെ പുറത്തു വരുന്നത്. ഇന്ന് ഉള്ളിലില്ലാത്തത് പുറത്തു വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളേറെ മൂടുപടങ്ങളും ആവരണങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുകൂടെ തിരിച്ചറിയണം. നാലാമത്തെ ഒരു കാര്യം, കൂടെ കൂട്ടുക എന്നത്. കൂടെ കൂട്ടുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കൂടെ കൂട്ടുക എന്ന് ഞാൻ പറയും. ശിഷ്യന് കിട്ടിയ ഒരു പ്രത്യേകത, വഴിയോരത്തെ ഏതെങ്കിലും ഒരു വ്യക്തിയെയാണ് എമ്മാവൂസ് യാത്രയിൽ അവൻ കൂടെ കൂട്ടിയത് എങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഒരു ദുരന്തമായിട്ട് ആ ജീവിതം അവസാനിക്കും. കാരണം നമ്മൾ പറയുന്ന സങ്കടത്തോട് അവരും സമരസപ്പെട്ടുകൊണ്ട് പറയും, അല്ലെങ്കിലും ഈ കാലത്ത് അതിനൊന്നും ഒരു സ്കോപ്പുമില്ല, ഇതൊക്കെ വെറും തട്ടിപ്പാണ് അല്ലേ. ചെറുപ്പക്കാരൊക്കെ ചെയ്യണത് പോലെയാണ്. ഒരു സെറ്റ്, ഒരു ബാച്ചിലുള്ള ഒരു പറ്റം കുട്ടികൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് പോകുന്നു, വേറെ കുറേ പേര് പുതിയ ഏതെങ്കിലും കോഴ്സിന് പോകുന്നു.
അതൊരു സ്വാധീനത്തിൻ്റെ പേരിൽ സംഭവിക്കേണ്ടത്. കൂടെ കൂട്ടേണ്ടവനെ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയണം. ക്രിസ്തു ഈ മടക്കയാത്രയ്ക്കു കരുത്തായി മാറിയതിൻ്റെ കാരണം അവനാണ് കൃത്യമായിട്ടും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ കൃത്യമായിട്ട് കൂടെ കൂടേണ്ടവൻ. നമ്മൾ പലപ്പോഴും കൂടെ കൂട്ടുന്നത് നമുക്ക് പ്രിയപ്പെട്ടവരെയാണ് എങ്കിൽ ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ ഈ വിശ്വാസി എപ്പോഴും കൂടെ കൂട്ടേണ്ടത് അവൻ്റെ ജീവിതത്തിന് ഇണങ്ങുന്നവരെയാകണം. ഈ പലപ്പോഴും ചെറുപ്പക്കാരൊക്കെ പെട്ടെന്ന് വഴിമാറുന്നതിൻ്റെ പുറകിൽ കാരണം തേടുമ്പം ചെന്നുപെട്ട കൂട്ടുകെട്ടുകൾ അപകടകരമായി മാറിയത് കാരണമാണ്. വിശ്വാസമില്ലാത്തൊരു സെറ്റ്, നിരീശ്വര ചിന്തകളുള്ള ഒരു ഗ്രൂപ്പ്, നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളുടെ ഭാഗമായി ജീവിക്കുന്നവർ, ആവട്ടെ വഴിതെറ്റലിൻ്റെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് കൂടെ തിരിച്ചറിയണം. അവസാനം അഞ്ചാമത്തെ ഒരു കാര്യം നാം മനസ്സിൽ കുറിക്കേണ്ടത് കുർബാനയാവുക. ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഒടുവിൽ അവൻ എത്തിയത് ഈ യാത്രക്കിടയിൽ ക്രിസ്തുവിനോടൊപ്പം ആ കുർബാനയിൽ പങ്കാളിയാകുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ ജീവിതയാത്രയ്ക്കു ബലമായിട്ട് അന്ത്യത്താഴവേളയിൽ ക്രിസ്തു കൊടുത്തത് പരിശുദ്ധ കുർബാനയാണ്. അവൻ ആ കുർബാനയുടെ സാക്ഷാത്കാരമായ കാൽവരി ബലിയിൽ നിന്നും അകലത്തുലാവുകയും ഓടി രക്ഷപ്പെടാനായിട്ട് സാധ്യതകൾ തേടുകയും ചെയ്തു. ഒടുവിൽ അവനെ തമ്പുരാൻ കുർബാന കൊണ്ട് തന്നെ തിരികെ നേടുകയാണ്. കുർബാനയർപ്പണത്തിലൂടെ കൈമാറിയ ആ ചൈതന്യം, പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിലൂടെ കൈമാറി കിട്ടിയ ചൈതന്യം ജീവിതത്തിൻ്റെ തുടരനുഭവമായി മാറാതെ അവനിങ്ങനെ അവൻ്റേതായ ചില കണക്ക് കൂട്ടലുകളിൽ കാര്യങ്ങളെ ക്രമപ്പെടുത്തിയപ്പം കൂടെ നടന്നവനായ തമ്പുരാൻ ഒടുവിൽ അവന് കുർബാന തന്നെ കൊടുത്തുകൊണ്ട് അവനെ പഴയ ജെറുസലേമിൻ്റെ ആ അനുഭവത്തിലേക്കും ഇടത്തിലേക്കും മടക്കുന്നു. വല്ലാണ്ട് നമ്മൾ മനസ്സിൽ കുറിക്കേണ്ട ഒരു ചിന്തയായിരുന്നത്, നമ്മുടെ ജീവിതം അവിടെയല്ലാതെ ആ ഇടത്തിലല്ലാതെ തിരിച്ചു വരവിന് സജ്ജമാവില്ല. ഏത് അഗാധങ്ങളിലാണ് എങ്കിലും ഈ തിരിച്ചു വരവിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ അതിനെ കഴിയൂ എന്നുകൂടെ തിരിച്ചറിയണം. ഈ ചിന്തകളെ നമ്മളൊന്ന് ക്രോഡീകരിക്കുമ്പം പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ഈ കൃത്യമായ ഒരു ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുമ്പം തിരിച്ചുവരവുകൾ അസാധ്യമാണ്. ശിഷ്യന് പറ്റിയ അപകടം അവിടെ. ക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നപ്പോൾ പോലും അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവെന്ന് പറയുന്ന ഫോക്കസിനെ ചുറ്റിപ്പറ്റിയിട്ടല്ല അവൻ്റെ ജീവിതം കറങ്ങിയത്. അത്ഭുതങ്ങളെ ചുറ്റിപ്പറ്റി, അടയാളങ്ങളോട് ബന്ധപ്പെടുത്തി, അറിവുകളോട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊക്കെ കറങ്ങിയ ഒരു ജീവിതത്തെ പെട്ടെന്ന് വഴിതെറ്റിക്കാമെന്നും അത് വഴിമാറലിന് ഗുണകരമാകുമെന്നുമൊക്കെ വളരെ കൃത്യതയോടുകൂടിയിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സത്യത്തെ. അതുകൊണ്ടാണ് തമ്പുരാൻ നമ്മളോട് പറയണത്, നിൻ്റെ ചുറ്റുപാടുകൾക്കും നിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും. എന്നാൽ ശിഷ്യൻ്റെ ജീവിതം ഈ കുർബാനയർപ്പണത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും കാൽവരി ബലിയിലൂടെ അതിൻ്റെ പൂർത്തീകരണത്തെ നന്നായിട്ട് കണ്ണു തുറന്നും ഹൃദയം തുറന്നും സംവേദനത്തോടു കൂടിയിട്ട് അതിനെ സമീപിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പിന്നെ നാം ചിന്തിക്കുന്നതിലപ്പുറം ക്രിസ്തു ജീവിതത്തിൽ അവർക്ക് സാധ്യതകളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. മനസ്സിൽ കുറിക്കേണ്ട ഒരു ജീവിതക്കുറിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന റിച്ചാർഡ് നിക്സൻ്റെ ജീവിതമാണത്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ വന്ന് സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ രാജിവെച്ച് വലിയ രോഗത്തിനടിമയായി മരിച്ചാൽ മതിയെന്ന് മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ അങ്ങനെ കിടക്കുകയാണ്. പങ്കാളിയെ ചേർത്ത് പിടിക്കുമ്പോഴും അരികിൽ കാണുമ്പോഴുമൊക്കെ പറയണത്, അപമാനഭാരം സഹിക്കാനാവാത്തത് കൊണ്ട് എനിക്കിനി മരിക്കാനാണ് താല്പര്യം. അങ്ങനെ ഇരിക്കണ ഇടത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് മുന്നൊരുക്കത്തിൽ രൂപപ്പെടുത്തപ്പെട്ട ഒരു കാര്യം അവിടെ നടക്കുന്നത്. അത് മറ്റൊന്നും ആയിരുന്നില്ല. ആശുപത്രിയിൽ ഒരു നേഴ്സ് വന്നിട്ട് ഇയാൾ കിടക്കുന്ന മുറിയുടെ കർട്ടൻ നന്നായിട്ട് തുറന്നിട്ട് പുറത്തേക്ക് നോക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം നോക്കുമ്പം അവിടെ ഒരു വിമാനം ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. അതിനകത്ത് എഴുതി വെച്ച ഒരു വാക്യം നമ്മുടെ ഉള്ളിലും ചിന്തോദ്ദീപകമായൊരു വാക്യമാണ്. ഗോഡ് ലവ്സ് യു ആൻഡ് സോ ഡു വി. ഞങ്ങളും നിന്നെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നത് പോലെ. ദൈവം സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വാക്യം കാണാവുന്ന വിധത്തിൽ ആ വിമാനത്തിൽ കണ്ട് ഈ മനുഷ്യൻ്റെ ഉള്ളിൽ അറിയാതെ അത്രത്തോളം നഷ്ടപ്പെട്ടു പോയ എനർജി, ചൈതന്യം, ഊർജം അദ്ദേഹം തിരിച്ചു പിടിക്കുകയാണ്. അദ്ദേഹം ആ ഊർജം തിരിച്ചു പിടിച്ചിട്ട് വേഗത്തിൽ സുഖം പ്രാപിക്കുന്നു.
അത്ഭുതകരമായി ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു തൻ്റെ ചികിത്സയ്ക്കൊടുവിൽ. അത് നമ്മുടെ ജീവിതത്തിൻ്റെയും ഒരു വെട്ടമായിട്ട് മാറണം. ബാറ്ററിയുടെയൊക്കെ ചാർജ് വല്ലാണ്ട് തീർന്നു പോയാൽ പിന്നെ ആംബിയർ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ വർക്ക്ഷോപ്പിലും അല്ലെങ്കിൽ ചാർജിങ് പോയിന്റിലും കൊണ്ടുപോയിട്ട് വീട്ടിലൊന്നും സാധ്യമല്ല. അവർ അതിനെ കൂടുതൽ ശക്തമായിട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ തക്ക വിധമാക്കും. ഉത്ഥാനം കഴിഞ്ഞ് നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ചാർജ് കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. തിരിച്ചു വരവുകളൊക്കെ അസാധ്യമെന്നൊക്കെ തോന്നും. മടങ്ങിപ്പോക്ക് അത്ര സുഖകരമല്ല എന്നൊക്കെ മനസ്സ് പറയും. എങ്കിലും നാം തിരിച്ചറിയണം, മടങ്ങിപ്പോകാൻ മനസ്സ് വയ്ക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം ഇനിയുള്ള യാത്രയിൽ കരുത്തുള്ള ജീവിതമായി മാറും. ശിഷ്യരൊക്കെ രക്തസാക്ഷികളായി, യോഹന്നാൻ ഒഴികെ. അതിൻ്റെ പുറകിലെ കാരണം ഈ തിരിച്ചു വരവിന് അവർക്ക് ചൈതന്യമായി മാറിയ ഈ ദർശനങ്ങളാണ് എന്ന് മറക്കാതിരിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയേ, ഞങ്ങളുടെ ജീവിതത്തെ തിരിച്ചറിവിലേക്കും തിരിച്ചുവരവിലേക്കും നയിക്കണമേ. ശിഷ്യന്മാർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വചനത്തെ സ്വീകരിച്ചതുപോലെ, നല്ല കുമ്പസാരം നടത്തിയതുപോലെ, ഹൃദയത്തെ നന്നായിട്ട് വെടുപ്പാക്കിയതുപോലെ ജീവിതത്തിൽ ഞങ്ങളും കൃത്യതയോടുകൂടിയിട്ട് ഈ തിരിച്ചുവരവിന് തമ്പുരാനെ കൂടെ കൂട്ടാനും ഒരു കുർബാനയുടെ സന്നിധാനത്ത് പോയിരുന്ന് ജീവിതത്തെ വിശകലനം ചെയ്യാനും സഹായമേകണമേ. കുറവ് കൂടാതെ മടങ്ങി അനുഗ്രഹത്തെ സ്വന്തമാക്കാൻ അഭിഷേകം തരണേ. കൊള്ളില്ലെന്നോ ഉപേക്ഷിക്കപ്പെട്ടെന്നോ പാഴാണെന്നോ പാഴ്ജീവിതമാണെന്നോ പറയാതെ ഞങ്ങളെയും ഗുണപരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അവിടുത്തെ കരങ്ങൾ ചേർത്ത് വെച്ച് അനുഗ്രഹമുള്ളവരാകാൻ സഹായിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.